ബിസിനസ് ഒരു ചാരിറ്റി അല്ല. ലാഭമില്ലാത്ത ബിസിനസ് അത് നിർത്തുക തന്നെ വേണം. ഈ 6 മാസത്തിൽ എന്ത് അസറ്റ് വാങ്ങിക്കാൻ നമുക്ക് പറ്റി? ഒന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വർഷം ഇതുവരെ നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ്. 10,000 രൂപ കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് 1,000 രൂപ മാറ്റിവെക്കാൻ പറ്റുന്നില്ല നമുക്കെങ്കിൽ 1 കോടി രൂപ കിട്ടിയാലും അതിൽ നിന്ന് 10,000 രൂപ മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം സേവിങ്സ് ഇറ്റ്സെൽഫ് ഈസ് എ ഹാബിറ്റ്. അനിൽ ബാലചന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട്, കടം ചോദിക്കരുത്, കടം വാങ്ങരുത്. കടം എടുത്തങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണോ? അതൊരു പണിയാണോ? 1,28,00,000 രൂപയായിരുന്നു 2017 എൻ്റെ കടം. കടം എടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പം 2 ആപ്ലിക്കേഷനിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടം കിട്ടും. തിരിച്ചടവാണ് പ്രശ്നം. വി.ഡി. സതീശനോ നരേന്ദ്രമോദിയോ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് നിർബന്ധിച്ച് പറഞ്ഞോ ഇങ്ങനൊരു ബിസിനസ് നീ ചെയ്തേ പറ്റത്തു, കാശ് വെക്കാമെങ്കിൽ സാധനം തരാം. അങ്ങനെയുള്ള ബിസിനസ് ചെയ്താൽ മതി. നമസ്കാരം, റൂത്ത്ലെസ്സിന്റെ 3ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ബിസിനസ്സിലെ തന്ത്രങ്ങളും മന്ത്രങ്ങളും വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോവുകയാണ്. നമ്മുടെ ഒരു ചോദ്യം ഒരു സംരംഭകൻ ചോദിക്കുകയാണ്. അദ്ദേഹം 4 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പോകുന്നു, ഹാപ്പിയാണ്, എല്ലാ മാസവും നല്ലൊരു തുക കിട്ടുന്നുണ്ട്. പക്ഷേ പ്രോഫിറ്റ് അങ്ങ് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ചോദിക്കുന്നുണ്ട് പോലും, ഇത് കാശ് പടയ്ക്കാൻ പോകുന്നേ? അപ്പോൾ അയാൾക്ക് കൃത്യമായ മറുപടി പറയാൻ പറ്റുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതൊരു ബിസിനസ്സുകാരനല്ല, ഒരു സാധാരണ മലയാളിക്ക് പോലും അല്ലേ, ഇപ്പം ഒരു ജോലി ചെയ്ത് മാസം കിട്ടുന്ന ഒരു ശമ്പളത്തിൽ അവസാനം കയ്യിലൊന്നുമില്ല എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ലേ? നമ്മൾ എവിടെ ഉണ്ടാക്കുന്നൊക്കെ എന്നുള്ളൊരു വളരെ സാധാരണമായ ചോദ്യമാണ്. അപ്പോൾ എന്തായിരിക്കും നമുക്കിതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി? അതായത് പ്രോഫിറ്റ് ഇല്ലാത്തൊരു ബിസിനസ് തുടരണോ അതോ അവിടെ സ്കിപ്പ് ചെയ്യണോ? ഇത് രണ്ടും രണ്ടാണ്. ഒന്ന്, ബിസിനസ്സിൽ ലാഭമുണ്ട് പക്ഷെ കയ്യിലൊന്നുമില്ല. 2, ബിസിനസ്സിൽ ലാഭമില്ല. നമുക്ക് തന്നെ രണ്ടും രണ്ടായിട്ട് തന്നെ സംസാരിക്കാം. ഈ ലാഭമില്ലാത്ത ബിസിനസ് അത് നിർത്തുക തന്നെ വേണം. ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത്. കാരണം ബിസിനസ് ഒരു ചാരിറ്റി അല്ല. അപ്പം ബിസിനസ്സിൻ്റെ അകത്ത് നമുക്ക് 3 പാർട്ടുണ്ട്. ഒന്ന് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിൽസിൽ നിന്ന് വരുന്ന വരുമാനം, അതിൽ നിന്ന് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. ആ സെയിൽ നടന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭം. ഇതിൻ്റെ 3ാമത്തെ ഒരു പാർട്ടുണ്ട്, അതാണ് ക്യാഷ് ഫ്ലോ. ഈ കിട്ടിയ ലാഭത്തിൽ ക്യാഷായിട്ട് നമ്മുടെ കയ്യിൽ എത്ര വരുന്നു, അതായത് പെട്ടിക്കകത്ത് എന്ത് വീഴുന്നു എന്നുള്ളതാണ്. അപ്പം ഈ പെട്ടിക്കകത്തൊന്നും വീഴുന്നില്ലെങ്കിൽ മിക്ക ബിസിനസ്സിൻ്റെ പ്രശ്നം, അവർക്ക് വലിയ ടേൺ ഓവറുണ്ട്, ഭയങ്കര ടേൺ ഓവർ പറയുമ്പോൾ ഒരുപാടാണ്, പക്ഷേ അവർക്ക് ലാഭമില്ല, പ്രോഫിറ്റ് ഇല്ല, വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള. അപ്പം ചെറിയൊരു മിസ്റ്റേക്ക് മതി. ഈ ലാഭം കുറഞ്ഞ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂൽപാലത്തെ കൂടെ പോകുന്ന പോലെയാണ്. ചെറിയൊരു മിസ്റ്റേക്ക് ബിസിനസ്സിൽ പലപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കും, നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഈ ലാഭം കുറഞ്ഞ ബിസിനസ്സുകളിൽ ഉണ്ടായാൽ ആ ബിസിനസ് അടിമുടി ഇല്ലാതായിപ്പോൾ. മാത്രമല്ല, ലാഭം ഇല്ലെങ്കിൽ നല്ല സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ പറ്റില്ല, നല്ല സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റില്ല. സോ ലാഭമില്ലാത്ത ബിസിനസ് ആക്ച്വലി ഒരു ചാരിറ്റി മാത്രമാണ്, മറ്റാർക്കോ വേണ്ടി ചെയ്യുന്ന ഒരു ചാരിറ്റി. സോ ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത്. അതൊന്ന്. 2, ഇനി ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം സാധാരണക്കാരുടെ കാര്യം പറഞ്ഞു, ബിസിനസ്സുകാരല്ലാത്ത വരുമാനം കിട്ടുന്നവർക്കും മാസാവസാനം ആകുമ്പോൾ അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തുണ്ടാക്കി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ ചോദിക്കുകയാണ്, ഭാര്യ ചോദിക്കുകയാണ്, താൻ ഇത്രയും നാൾ എന്തും ഉണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഒരു ബ്ലാക്ക് ഹോള് പോലെ, ഒരു ഇരുണ്ട ഗുഹ പോലെയാണ്. എത്ര പൈസ ഉണ്ടെങ്കിലും ബിസിനസ്സിന് മതിയാവില്ല. അത് വേണം, ഇത് വേണം, അത് മേടിക്കണം, ഇത് മേടിക്കണം, അങ്ങനെ ചിലവോടെ ചിലവാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ മാസവും, ഇത് ബിസിനസ്സുകാർക്ക് മാത്രമല്ല വരുമാനമുള്ള എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2 ടൈപ്പ് ഫിനാൻസ് വേണം. ഒന്ന് ബിസിനസ് ഫിനാൻസ്, 2 പേഴ്സണൽ ഫിനാൻസ്. ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന അല്ലെ സർവീസ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലാഭം, അത് ബിസിനസ്സിൻ്റെ അകത്ത് ശമ്പളം കൊടുക്കുന്നു, റെൻറ്റ് കൊടുക്കുന്നു, ടാക്സ് അടയ്ക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മിച്ചം വരുന്നത് എന്താണോ അത് നമ്മൾ തിരിച്ച് ബിസിനസ്സിലേക്ക് ഇടും. ഇതോടൊപ്പം തന്നെ നമുക്കൊരു പേഴ്സണൽ ഫിനാൻസ് വേണം. പേഴ്സണൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ഒരു മാസം ഉണ്ടാക്കിയ പണത്തിൽ നിന്ന് നമ്മൾ എന്ത് അസറ്റ് ഉണ്ടാക്കുന്നു, വ്യക്തിപരമായി പേഴ്സണലി നമ്മൾ എന്ത് അസറ്റ് ഉണ്ടാക്കും. ഇതിന് നമ്മളൊരു തിയറി ഉണ്ട്. ആ തിയറിയുടെ പേരാണ് ഗോൾഡൻ ഗൂസ് തിയറി. അതായത് ഈ പൊന്മുട്ടയിടുന്ന താറാവ്. അപ്പം പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ ഒരു ഫാം നമ്മൾ ഉണ്ടാക്കുകയാണ് എന്ന് വെക്കുക, ഒരു താറാവിൻ്റെ ഫാം. നമ്മൾ ചെയ്യേണ്ടത് എല്ലാ മാസവും ബിസിനസ്സിൽ ലാഭം കിട്ടുന്ന സമയത്ത് ഈ ഫാമിലേക്ക് ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ വാങ്ങിക്കാൻ പറ്റണം. അതായത് അസറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റണം. അത് ചിലപ്പോൾ 5,000 രൂപയായിരിക്കും. നമ്മളൊരു SIPയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ 1 ഗ്രാം സ്വർണ്ണം മേടിച്ച് വെക്കുകയായിരിക്കും. ഒരു മാസം നമ്മളങ്ങനെ ഒരു പേഴ്സണൽ അസറ്റ് മേടിച്ചിട്ടില്ല എങ്കിൽ ബിസിനസ് ലാഭമായിരിക്കും, പക്ഷേ പേഴ്സണൽ ഫിനാൻസ് നോക്കുമ്പോൾ ആ മാസം നമുക്ക് നഷ്ടമായിരുന്നു.
അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ 6 മാസത്തെ 2026 6 മാസത്തെ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് എടുത്ത് നോക്കുക. ഈ 6 മാസത്തിൽ എന്ത് അസറ്റ് വാങ്ങിക്കാൻ നമുക്ക് പറ്റി പേഴ്സണലി? ഒന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വർഷം ഇതുവരെ നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ബിസിനസ്സിലായാലും ജോലിക്ക് പോയാലും ശരി, നിങ്ങൾ പേഴ്സണൽ അസറ്റ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ വർഷം ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ തിരിഞ്ഞ് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളോട് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പേഴ്സണൽ അസറ്റുകളൊന്നും പർച്ചേസ് ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് ലാഭം എന്ന് പറയുന്നത്, ബിസിനസ് എക്കാലവും ഒരുപോലെ നിൽക്കില്ല. ബിസിനസ്സിൻ്റെ അകത്ത് ഈ കയറ്റവും ഇറക്കും ഇങ്ങനെയാണ്, ആ ഗ്രോത്ത് വരുന്നത് ഇങ്ങനെയാണ്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ്. അപ്പം നമുക്ക് നല്ല കാലം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് ഒരു പങ്കെടുത്ത് പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്ത് അസറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഉറപ്പാണ് ഈ ചോദ്യം നിങ്ങളും കേൾക്കേണ്ടി വരും, താൻ ഇത്രയും നാൾ എന്തുണ്ടാക്കുമായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ മാസം തൊട്ട്, ഇന്ന് മുതൽ നമ്മൾ തുടങ്ങണം. ഇതൊരു സേവിങ്സ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റാണ്. 10,000 രൂപ കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് 1,000 രൂപ മാറ്റി പറ്റുന്നില്ല നമുക്കെങ്കിൽ, 1 കോടി രൂപ കിട്ടിയാലും അതിൽ നിന്ന് 10,000 രൂപ മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം സേവിങ്സ് ഇറ്റ് സെൽഫ് ഈസ് എ ഹാബിറ്റ്. സോ ആ ഹാബിറ്റ് നമ്മൾ ചെറിയ എമൗണ്ടിൽ നിന്ന് തന്നെ തുടങ്ങി എല്ലാ ദിവസവും പറ്റുന്ന പൈസ നമ്മൾ മാറ്റി അതൊരു ഹാബിറ്റാക്കി, അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അങ്ങനെ ഒരു സ്വഭാവം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. സേവിങ്സ് എന്ന് പറയുന്ന ഹാബിറ്റിൽ നിന്നാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള ജേണി തന്നെ തുടങ്ങുന്നത്. സോ സ്റ്റാർട്ട് വിത്ത് സാമ്പത്തിക അച്ചടക്കം വേണം. അതാണ്. എന്ത് കയ്യിലുണ്ടോ അതിൽ നിന്ന് അതിൻ്റെ ഒരു 10% അല്ല 10 രൂപ 100 രൂപയെ കയ്യിലുള്ളൂ, 10 രൂപ മാറ്റി വെച്ചിട്ട് ബാക്കി 90 നിങ്ങൾ ചിലവാക്കിക്കോളൂ. ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് സേവിങ്. സോ 2 കാര്യം, ലാഭം ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത്. 2, ലാഭം ഉണ്ടെങ്കിൽ കൃത്യമായ എല്ലാ മാസവും അതിൽ നിന്ന് ഒരു പങ്കെടുത്ത് സേവ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, മേടിക്കുന്ന താറാവ് പൂവൻ താറാവായി പോകരുത്, പെടയായിരിക്കണം. കാരണം അതിൽ നിന്ന് ഇൻകം കിട്ടണം. ആ ഇൻകം വെച്ചിട്ടാണ് അടുത്ത മാസങ്ങളിൽ നമ്മൾ ജീവിക്കേണ്ടത്. ഓക്കെ, ആ മുട്ട വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടായിരിക്കണം നമ്മൾ. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു പങ്ക് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, മറ്റേ പങ്കെടുത്ത് നമ്മൾ അസറ്റാകുന്ന ഒരു താറാവിനെ മേടിക്കുന്നു. ഈ താറാവ് കുറച്ച് കഴിയുമ്പോൾ മുട്ടയിടുന്നു. ആ മുട്ട വിറ്റിട്ട് വേണം നമുക്ക് ലക്ഷറി, നമ്മളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ നേടേണ്ടത് ആ മുട്ട വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടായിരിക്കണം. അപ്പം എന്നും ആ താറാവോടുണ്ടാവും, മുട്ട കിട്ടിക്കൊണ്ടിരിക്കും. ആ മുട്ട വിറ്റിട്ട് നമ്മൾ നമ്മുടെ സന്തോഷങ്ങളും ലക്ഷറിയും മക്കളുടെ ആഗ്രഹങ്ങളും ഇൻ്റർനാഷണൽ ട്രിപ്പും വെക്കേഷൻസും ഒക്കെ പോകേണ്ടത് ആ മുട്ടയിൽ നിന്നാണ്. ഒരിക്കലും ബിസിനസ്സിൽ നിന്നോ ഈ താറാവിനെ കൊന്നിട്ടോ അല്ല, ആ മുട്ടയിൽ നിന്നാണ്. യെസ്. ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. അടുത്തൊരു ചോദ്യം, അത് എല്ലാവരും മറുപടി അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. അത് അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം അത്താണിയിൽ എയർപോർട്ടിൻ്റെ മുന്നിലൊരു ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ടുണ്ട്. അതിൽ അനിൽ ബാലേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: കടം ചോദിക്കരുത്, കടം വാങ്ങരുത്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ പലതരം പ്രതിസന്ധികൾ വരും മനുഷ്യനല്ലേ. ഓരോ ദിവസവും ജീവിച്ചു പോകാൻ തന്നെ കഷ്ടപ്പെടുന്ന ഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, അതിൽ കൃത്യമായൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിനുണ്ടാവാൻ ലോൺ എടുക്കണം. ലോൺ എടുത്തില്ലെങ്കിൽ എല്ലാം തകർന്നു പോകുന്നുള്ളൊരവസ്ഥയാണ്. കാരണം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല, മറ്റ് ഒരു കാര്യങ്ങളും നടന്നു പോവില്ല, കടമെടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ കടമെടുത്തങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണോ? അതൊരു പണിയാണോ? യെസ്. കടം വാങ്ങരുത്, കൊടുക്കരുത്. ഞാൻ ഒരുപാട് 8 ബിസിനസ് ചെയ്തിട്ടുള്ള ആളാണ്. 8 ബിസിനസ് ചെയ്ത് 8ഉം അട്ടപടലം പൊട്ടിയിട്ടുള്ള ഒരാളാണ്. ഈ 8 ബിസിനസ് പൊട്ടിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ഈ സിദ്ധാന്തത്തിൻ്റെ ആളായിരുന്നു. ഇത് കടം വാങ്ങിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, ഭാര്യയുടെ സ്വർണം പണയം വെക്കുന്നു, നാളെ ഇഞ്ഞെടുത്ത് തരാടി എന്നും പറഞ്ഞിട്ട് ഈ മാസത്തെ ശമ്പളം കൊടുക്കുന്നു, അത് ആ കസ്റ്റമർ തരുമ്പോൾ ഇങ്ങനെ വന്ന് 1,28,00,000 രൂപയായിരുന്നു 2017 എൻ്റെ കടം. ബിസിനസ് ചെയ്തിട്ടുള്ള എൻ്റെ കടം 1,28,00,000 രൂപ. അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇപ്പം അത്യാവശ്യം രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ, എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്, എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു? അങ്ങനെ എനിക്ക് അത്ര വലിയ കഴിവുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ രക്ഷപ്പെടേണ്ടതല്ലേ? എന്തുകൊണ്ട് 2017 ശേഷം ഞാൻ രക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയത്, 2017 ശേഷം ഒരാളും എനിക്ക് കടം തരാൻ തയ്യാറായില്ല എന്നുള്ള. കാരണം അവർക്കറിയാം എനിക്ക് തന്നാൽ തിരിച്ചു കിട്ടില്ല എന്ന്. അതുകൊണ്ട് ആർക്കും എന്നെ വിശ്വാസമില്ല.
പിന്നെ ഊരി തരാനായിട്ട് ഭാര്യയുടെയും അമ്മയുടെയും കയ്യിലൊന്നും ഇനി സ്വർണ്ണമൊന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും എന്നെ സഹായിക്കാൻ ആരുമില്ല. എനിക്ക് എങ്ങൊന്നും കടം കിട്ടില്ല. എൻ്റെ സിബിൽ സ്കോർ കംപ്ലീറ്റ്ലി പോയി. കൂട്ടുകാർ പോലും ഒരു 500 രൂപ ചോദിച്ചാൽ പോലും കിട്ടാത്ത ഒരവസ്ഥയിൽ. കാരണം കൊടുത്താൽ അത് പോയി, പിന്നെ ഇനി നോക്കണ്ട. ഈ കടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാകും. കാരണം അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിക്കാമല്ലോ, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മേടിക്കാം, ഇത് കിട്ടുമ്പോൾ അതങ്ങ്. അപ്പം ഈ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യത്തില്ല. എന്ത് ചെയ്യും ഈ അവസ്ഥയിൽ നിന്ന് കടക്കാൻ? ആ മാസം എങ്ങനെങ്കിലും കടന്നു പോവുക എന്നുള്ള ചിന്തയിലേക്ക്, ആ ഷോർട്ട് ടൈമിനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. കടം ഇല്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, കടം ഇനി ഞാൻ വാങ്ങിക്കില്ല, അല്ലെ കടം ഇനി എനിക്കാരും തരില്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ പതുക്കെ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നു. ഹൗ ക്യാൻ ഐ ഡു ദിസ് വിത്തൗട്ട് മണി? പൈസ ഇല്ലാതെ ഇതെങ്ങനെ ചെയ്യാം? അപ്പം 2017 ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ചിന്തിക്കുകയാണ്, എനിക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ ഈ പൈസ ഇല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അന്ന് എൻ്റെ കയ്യിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു സാംസങ്ങിൻ്റെ ഫോണുണ്ടായിരുന്നു, സ്ക്രീനൊക്കെ പൊട്ടിയിരിക്കും. അതിൽ ഒരു വയേർഡ് ഹെഡ്സെറ്റൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ പറയാണ്, നമസ്കാരം, അനിൽ ബാലചന്ദ്രൻ ദ സെയിൽസ്മാൻ. കാരണം അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സെയിൽസാണ്, ദ സെയിൽസ്മാൻ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുറച്ച് സെയിൽസ് ടിപ്സുകളാണ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കുറച്ച് സെയിൽസ് ടിപ്സുകളൊക്കെ പറയാൻ തുടങ്ങി. അത് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞു, നിങ്ങളുടെ സെയിൽസ് ടീമിന് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ ടീമിനെ സെയിൽസ് പഠിപ്പിക്കാം എന്ന് 2017 പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചെന്താണ്, ഹൗ ക്യാൻ ഐ ഡു ദിസ് വിത്തൗട്ട് മണി? ട്രെയിനിങ്ങിന് എനിക്ക് ട്രിവാൻഡ്രത്തു നിന്നാണ് അറ്റ്ലസ് കിച്ചൻ്റെ ഓണർ ഷാജഹാനിക്ക ആദ്യത്തെ ട്രെയിനിങ്ങിന് എന്നെ വിളിക്കുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് തന്നത് 40,000 രൂപയാണ് ഒരു ദിവസത്തെ ട്രെയിനിങ്ങിന്. അന്ന് എനിക്ക് മനസ്സിലായി, ഐ ക്യാൻ ഡു ദിസ് വിത്തൗട്ട് മണി. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ കടം വാങ്ങിക്കില്ല എന്ന്. കടമല്ല പ്രശ്നം, കടം എടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പം 2 ആപ്ലിക്കേഷനിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടം കിട്ടും. തിരിച്ചടവാണ് പ്രശ്നം, റീപേയ്മെൻ്റ് ആണ് പ്രശ്നം. കാരണം ഈ പൈസ വരുന്ന എവിടെ? നമ്മുടെ അക്കൗണ്ടിൽ ഈ പൈസ വന്ന് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ മറന്നു പോകും ഇത് കടം മേടിച്ച പൈസയാണെന്ന്. ഇത് നമ്മളെടുത്ത് പല 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 കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷറിക്കും ഒക്കെ വേണ്ടി നമ്മൾ ചിലവാക്കും. അവസാനം തിരിച്ചടവ് വരുന്ന സമയത്ത്, അപ്പം ബിസിനസ് ഒന്ന് കയറി പോകുന്ന സമയത്തായിരിക്കും നമുക്ക് തോന്നുന്നത്, എന്നാൽ വണ്ടി ഒന്ന് മാറ്റിയേക്കാം, ഓഫീസൊന്ന് നന്നാക്കാം, വീടൊന്ന് മോടി പിടിപ്പിക്കാം, ഈ ചിന്തയൊക്കെ വരും. പക്ഷേ ബിസിനസ് എങ്ങനെയാണ്? ഇത് ഈ കയറ്റവും ഇറക്കമുണ്ട്. ഒരിറക്കം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിലവ് ഇവിടെ നിൽക്കും, വരവ് ഇവിടെയും നിൽക്കും. ഇത് തമ്മിൽ കൂട്ടിമുട്ടാതെ വരുമ്പോൾ വീണ്ടും കടമെടുക്കേണ്ടി വരും. പലിശ അടയ്ക്കാൻ പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വരും. ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇതാണ്, കടം എന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതാകും. ഹൗ ക്യാൻ ഐ ഡു ദിസ് വിത്തൗട്ട് മണി? അപ്പം നമ്മൾ വെഞ്ചറിനെ കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ അപ്ഫ്രണ്ട് പേയ്മെൻറ്റ് മേടിക്കും, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും. ഈ പല 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 തോട്ടുകൾ നമ്മുടെ തലയിലേക്ക് വരും. കടം എന്ന കാര്യം ഒഴിവാക്കി നിർത്തിയാൽ കടം നമ്മളെ മുടിപ്പിക്കും. ഒരു കാരണവശാലും കടം വാങ്ങിയോ കടം കൊടുക്കുകയോ ചെയ്യരുത്. കൊടുക്കുന്നത് പോലും നമ്മൾ ഈ പലിശയ്ക്കെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കടം മേടിച്ച പൈസ, നമ്മുടെ ബിസിനസ്സിലെ പൈസ, നമ്മുടെ ക്യാപിറ്റൽ, ഇതാണ് നമ്മൾ കൊണ്ടുപോയി കസ്റ്റമറിന് കടം കൊടുക്കുന്നത്. നമ്മൾ ശരിക്കും അവിടെ ചെയ്യുന്ന എന്താണ്? കസ്റ്റമറുടെ ബാങ്കായിട്ട് മാറുന്നു. വി ആർ ബിക്കമിങ് ദ ബാങ്കർ ഓഫ് ദ കസ്റ്റമർ. ഫിനാൻഷ്യറായി മാറുന്നു. അവിടെ ഒരു ഗ്യാരണ്ടി ഇല്ല അത് തിരിച്ചു കിട്ടുമെന്ന്. നമുക്കൊരു ലോൺ കിട്ടണമെങ്കിൽ ബാങ്കുകാർ എന്ത് ചെയ്യും? നമ്മുടെ സിബിൽ സ്കോർ നോക്കും, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നോക്കും, നമുക്ക് എന്തൊക്കെ അസറ്റ് ഉണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് കടം തരുന്നത്, അല്ലേ? അങ്ങനെ നമ്മൾ ഇതെടുത്തിരിക്കും. ഇത് കൊണ്ടുപോയി എവിടെയോ കിടക്കുന്ന കസ്റ്റമറിന് നമ്മൾ കൊണ്ടുപോയി കടം കൊടുക്കുക. തിരിച്ചു കിട്ടുമെന്ന് ഒരുറപ്പുമില്ല, ഒരു എഗ്രിമെൻറ്റും ഇല്ല, ഒരു പലിശയും ഇല്ല. നമ്മൾ പലിശയ്ക്ക് എടുത്തിട്ട് ഇവർക്ക് വെറുതെ കൊടുക്കുന്നു, തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുമില്ല. അങ്ങനെ ബിസിനസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മളുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്നൊരു കാര്യമുണ്ട് ബിസിനസ്സിൽ. നമ്മൾ ഇറക്കിയ പൈസ എത്ര ദിവസം കഴിയുമ്പോഴാണ് തിരിച്ചു വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പം കാണുന്ന എല്ലാ ബിസിനസ്സുകാരും ചൈനയിൽ നിന്ന് സാധനം കൊണ്ടുവരുന്നു, അത് ഇവിടെ പല ബിസിനസ്സുകാരോടും ചോദിക്കുമ്പോൾ അവരിറക്കിയ പൈസ അവർക്ക് കസ്റ്റമറിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന 100 ദിവസം കഴിയുമ്പോഴാണ്. 100 ദിവസം എന്ന് പറയുമ്പോൾ 3-4 മാസം കഴിഞ്ഞു. ഈ 4 മാസവും നമ്മൾ റെൻറ്റ് കൊടുക്കണം, ഈ 4 മാസവും സാലറി കൊടുക്കണം, ഈ 4 മാസവും പലിശ കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് എത്ര ലാഭത്തിൽ വിറ്റെന്ന് പറഞ്ഞാലും ഈ 4 മാസത്തെ ചിലവ് തട്ടിച്ചു നോക്കുമ്പോൾ അത് നഷ്ടമാണ്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, ലാഭം കുറവാണെങ്കിൽ ശരി, ഉള്ള പൈസ അപ്ഫ്രണ്ട് മേടിച്ചുകൊണ്ട്, കാശ് വെക്കാമെങ്കിൽ സാധനം തരാം, അങ്ങനെയുള്ള ബിസിനസ് ചെയ്താൽ മതി.
ഇപ്പം ചിലരിത് കേൾക്കുമ്പോൾ പറയും ഇല്ല ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ അത് നടക്കത്തില്ല. റൂത്ത്ലെസ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞാനതാ ചോദിക്കാൻ എന്തിനങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം? ഇവിടെ ആരെങ്കിലും VD സതീശനോ നരേന്ദ്രമോദിയോ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് നിർബന്ധിച്ച് പറഞ്ഞോ ഇങ്ങനൊരു ബിസിനസ് നീ ചെയ്തേ പറ്റത്തു, അപ്രണ്ട് പേയ്മെൻറ്റ് കിട്ടുന്നില്ല, അതിൽ ലാഭമില്ല എങ്കിൽ എന്തിന് ഈഗോ മാറ്റി വെച്ചിട്ട് ഈ പരിപാടി ഞാൻ ഇന്നത്തോടെ നിർത്തി എന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ച് നിർത്തുക. നല്ല അപ്രണ്ട് പൈസ കിട്ടുന്ന എന്ത് പരിപാടി ഉണ്ടോ അതിലേക്ക് പോവുക. കടം വാങ്ങരുത്, കൊടുക്കരുത്. ഇപ്പൊ മലയാളികളുടെ ഒരു മൂല്യബോധവും അവരുടെ ഒരു മാനുഷികതയൊക്കെ വെച്ച് അവർ പറയും അയ്യോ ഒരാൾ കടം ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കുക, എന്നിട്ട് അതേ കടം കൊടുത്ത ആൾ തന്നെ വിഷമിക്കും. ഇത് തിരിച്ചു ചോദിക്കാൻ നമുക്ക് ആ ബുദ്ധിമുട്ട്, ആർക്ക് കടം കൊടുത്ത ആൾക്ക്. തീർച്ചയായും. അപ്പൊ നമ്മൾ പൊളൈറ്റായി ഇങ്ങനെ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ കുറെ മലയാളികൾ നേരിടുന്നു. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കേരളത്തിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആത്മഹത്യകളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്തു, അല്ലാതെ ഡിവോഴ്സുകളുടെയൊക്കെ എണ്ണം ഭയങ്കരമായിട്ട് 5 വർഷത്തിൽ കൂടി. എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയ ഒക്കെയാണ് അല്ല, കടമാണ് കാരണം. ഈ കടം കയറുമ്പോഴത്തേക്കിന് നമുക്ക് പിന്നെ എവിടെയാ സ്നേഹം? നമുക്ക് എവിടെയാണ്? കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോഴും കടക്കാർ വിളിക്കുമ്പോൾ എൻ്റെ ഫോൺ ഇപ്പോഴും സൈലൻ്റാണ്. കാരണം അന്നത്തെ പേടി, അന്ന് കാശ് കൊടുക്കാനുള്ളവർ ഇങ്ങനെ വിളിക്കും എന്നുള്ള ഭയം. എനിക്ക് ആ റിംഗ് ടോൺ കേൾക്കുന്നത് ഇപ്പോഴും 10 വർഷത്തിനിപ്പുറവും എനിക്ക് ഭയമാണ് ആ റിംഗ് ടോൺ കേൾക്കാൻ. അങ്ങനെയുള്ളവൻ്റെ മനസ്സിൽ എവിടെയാണ് സ്നേഹം? എവിടെയാണ് കുടുംബം? എവിടെയാണ് സിനിമയ്ക്ക് പോയാൽ തന്നെ ടെൻഷനാണ്, അത് ആസ്വദിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ റീസൺ ഈ ഡിവോഴ്സുകളുടെയും ഈ ആത്മഹത്യകളുടെയും ഈ കുടുംബം തകരുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനം കടമാണ്. ആ കടം ഉള്ളിടത്ത് ഒരിക്കലും സന്തോഷം വരില്ല എന്നുള്ളതാണ് സത്യം. സോ പരമാവധി നമുക്ക് ശ്രമിക്കാം, കടം വാങ്ങരുത്, കടം കൊടുക്കരുത്. ഈ തീരുമാനം നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റിയാൽ, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയും, ഈ ഒരൊറ്റ തീരുമാനം ചങ്കൂറ്റത്തോടു കൂടി 3 വർഷം ഫോളോ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ തീരുമാനത്തോടു കൂടി മാറുന്നതായിരിക്കും. കടം കൊടുക്കരുത്, കടം വാങ്ങരുത്. ഇപ്പൊ നമ്മൾ ഈ കടം വാങ്ങരുത്, കടം കൊടുക്കരുത് എന്ന് പറയുമ്പോഴേ ആളുകൾക്ക് അപ്പോഴും ടെൻഷനാവും. അപ്പൊ ഈ കടം വാങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതും അറിയണമല്ലോ. അതൊരു സ്ട്രാറ്റജിയാണ്. അപ്പൊ ആ സ്ട്രാറ്റജി പഠിക്കണം. ആ സ്ട്രാറ്റജി പഠിക്കണമെങ്കിൽ ഇത് പറഞ്ഞു തരുന്ന ഒരു മെൻറ്റർ എടുത്ത് പോകണം, കൃത്യമായ ഗൈഡൻസ് വേണം. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഒരു മെൻറ്റർഷിപ്പ് സ്വീകരിക്കുന്നതിന് പിന്നെ കടം വാങ്ങേണ്ടി വരുന്നവരുണ്ടാവും. അപ്പോൾ ഇതാകെ മൊത്തം ഒരു കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ കടം വാങ്ങുന്നത് ശരിയാണോ? മാത്രമല്ല മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ആളുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ഞാൻ പണം കൊടുക്കണോ? എനിക്കിപ്പോൾ ഇവിടെ ഇത്രയും സോഷ്യൽ മീഡിയ ഇല്ലേ, അതില്ലേ, യൂട്യൂബില്ലേ, ഫേസ്ബുക്കില്ലേ, ബുക്സ് ഇല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ അനിൽ ബാലചന്ദ്രനെ പോലുള്ള ഒരാളുടെ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടൊരു ബിസിനസ്മാൻ കേൾക്കണം? ഈ ഞാൻ എല്ലാം എൻ്റെ ക്ലാസ്സിൽ പറയുന്നതും ഞാൻ പഠിപ്പിക്കുന്നതും അല്ല, എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ്. അങ്ങനെ എല്ലാം പൊട്ടിപ്പറഞ്ഞ് നിന്ന സമയത്ത് ഞാൻ ചെയ്തത് എന്താണ്? ഞാൻ ചെയ്തത് അന്ന് അവസാനമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് ഒരു വെഡ്ഡിങ് റിങ്, എൻ്റെ കല്യാണ മോതിരം. അത് പണയം വെച്ചിട്ട്, പണയമല്ല വിറ്റിട്ടാണ് ഞാൻ ഡോക്ടർ വിവേക് ബിന്ദ്ര, ഡൽഹിയിലെ ഹിന്ദിക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അന്ന് എനിക്ക് 45,000 രൂപയാണ് അത് വിറ്റപ്പോൾ കിട്ടിയത്. ആ പൈസയായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നതും ഞാൻ പഠിച്ചു തുടങ്ങുന്നതും. ആ പഠിച്ചത് ഞാൻ വന്ന് നടപ്പാക്കുന്നു, എനിക്ക് കൂടുതൽ പൈസ കിട്ടുന്നു, ഞാൻ വീണ്ടും പോയി പഠിക്കുന്നു. അപ്പം ആ കിട്ടുന്ന പൈസയിൽ നിന്ന് ഞാൻ വീണ്ടും പോയി പഠിക്കുന്നു, വീണ്ടും വന്ന് നടപ്പാക്കുന്നു, എൻ്റെ കുറേ കടങ്ങൾ വീട്ടുന്നു, വീണ്ടും പൈസ കൊടുത്ത് ഞാൻ പഠിക്കുന്നു. അപ്പം ലോകത്തെ ഏറ്റവും റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റിംഗ് ഇൻ അവർ സെൽഫ്, നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ ചെയ്തിട്ട് വേറിട്ട അല്ലെങ്കിൽ പുതിയ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് ലോകമണ്ടത്തരമാണ്. നമുക്ക് പുതിയ റിസൾട്ട് വരണമെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം, പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണം. അപ്പം ഒരുപാട് പേര് പറയും യൂട്യൂബിൽ ഒരുപാട് ഫ്രീ വീഡിയോ ഉണ്ട്, ഇപ്പം ChatGPT ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, ഇതിൻ്റെ അകത്തൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, പിന്നെ എന്തിനാ ഇത്രയും പൈസ കൊടുത്തൊരു മെൻറ്ററുടെ അടുത്ത് പോകുന്നത്? ലോകത്തെ എല്ലാ സക്സസ്ഫുൾ പീപ്പിളിന് പിന്നിലും ഒരു കോച്ചുണ്ടായിരിക്കും. ഒരു കോച്ചില്ലെങ്കിൽ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്, കാരണം നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണ്, ഞാൻ സ്റ്റേജിൽ നിന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദാസേട്ടൻ പാട്ട് പാടുന്നു, അല്ലെങ്കിൽ ലാലേട്ടൻ അഭിനയിക്കുന്നു, മമ്മൂക്ക ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നു. നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് നമ്മളെ അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പെർഫോമൻസ് ഒരിക്കലും അത് മറ്റൊരാൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റൂ. അതും ഒരു കോച്ചിങ് എബിലിറ്റി ഉള്ള ഒരാളാണ് എങ്കിൽ കൃത്യമായി യാതൊരു മറയും കൂടാതെ, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരെന്ത് പറയും, ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമ്മളോട് പറയത്തില്ല, കാരണം നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. കോച്ച് അങ്ങനെയല്ല.
കോച്ചിന് ആർക്ക് എന്ത് ഇഷ്ടപ്പെടും എന്നൊന്നും നോക്കത്തില്ല, അത് തിരുത്തുക. കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വളർച്ച മാത്രമാണ്. അങ്ങനൊരു കോച്ച് അത് നമ്മളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അത് ഓരോ ഘട്ടം അനുസരിച്ച് നമ്മളുടെ കോച്ചിൻ്റെ ക്വാളിറ്റി ഒന്നെങ്കിൽ അദ്ദേഹം കൂട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ കോച്ചിനെ തേടി പോയിക്കൊണ്ടേയിരിക്കണം അടുത്ത ലെവലിലേക്ക്. ഓക്കെ, അപ്പം കോച്ചില്ലാത്ത ഒരു ലൈഫില്ല. ആ കോച്ചിങ് ഇല്ല എങ്കിൽ നമ്മുടെ വളർച്ച അവിടെ വെച്ച് മുരടിച്ചു എന്നുള്ളതാണ്. അപ്പം കടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എങ്ങനെങ്കിലും കുറച്ച് കടം കൂടെ മേടിച്ചുകൊണ്ട് സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് മാറാൻ, നമുക്ക് വളരാൻ. അതായിരിക്കണം അവസാനമായി മേടിക്കുന്ന കടം. അതായിരിക്കും അവസാനമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മേടിക്കുന്ന കടം. അതുകൊണ്ട് ധൈര്യത്തെ നിങ്ങളൊരു കോച്ചിനെ സെലക്ട് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫീസ് കൊടുത്തു, പോയി പഠിച്ചു, നിങ്ങളുടെ ലൈഫ് വേറെ ലെവലാവും. കണ്ടീഷനുണ്ട്, കോച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടന്നു വന്ന ആളായിരിക്കണം. വെറുതെ തിയറി പറഞ്ഞുകൊണ്ടിരിക്കരുത്. ജീവിതത്തിൽ അവരെ ആ കുഴിയിൽ നിന്ന് വലിച്ച് കയറ്റി വിടാൻ പ്രാപ്തിയുള്ള ഒരു കോച്ചിനെ കണ്ടെത്തുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അങ്ങ് കീഴടങ്ങിയേക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ജീവിക്കാൻ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ തേടുക, കൃത്യമായ കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഓരോ കാര്യങ്ങളായി നമ്മളിങ്ങനെ സംസാരിച്ച് വരികയാണ്. പക്ഷേ പ്രേക്ഷകർക്ക്, നിങ്ങൾക്കായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരു നമ്പർ പറയാം, ആ നമ്പറിലേക്ക് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ അത് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ, 9207 900 ഒരിക്കൽ കൂടി പറയാം, 9207 900 അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് ചോദ്യം എന്താണോ അത് സെൻഡ് ചെയ്തോളൂ, നമ്മൾ പരിഗണിക്കും.